കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബൈഡൻ സർക്കാർ നടത്തിയത് 2014 ശേഷമുള്ള ഏറ്റവും വലിയ നാടുകടത്തലെന്ന് റിപ്പോർട്ട്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2,71,484 കുടിയേറ്റക്കാരെ നാടുകടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പ്രസിഡന്റ് ജോ ബൈഡന്റെ കുടിയേറ്റ നയം കൈകാര്യം ചെയ്യുന്നതിനെ ശാസിച്ചുകൊണ്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വരാനിരിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രധാന ദൗത്യമായി കൂട്ട നാട്ടുകടത്തൽ നടത്താൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ ICE ഡാറ്റ വെളിപ്പെടുത്തുന്നത് ബൈഡൻ ഭരണകൂടം കഴിഞ്ഞ സാമ്പത്തിക വർഷം ബൈഡന്റെ പ്രസിഡൻസിയുടെ മുൻ 2 വർഷങ്ങളെ മറികടന്ന് ഗണ്യമായ എണ്ണം നാടുകടത്തൽ നടത്തിയതായും പൊതുസുരക്ഷയിലും ദേശീയ സുരക്ഷാ ഭീഷണികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായാണ്. US മെക്സിക്കോ അതിർത്തി കടന്ന് അനധികൃതമായി കടന്ന ആളുകളെയാണ് കൂടുതലായും നാടുകടത്തിയിരിക്കുന്നത്. 200ഓളം വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലേക്കാണ് നാടുകടത്തിയതെന്നാണ് ICE റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. 2023 ഒക്ടോബർ 1 മുതൽ 2024 സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിലാണ് ഇത്. പ്രത്യേക ഫണ്ടുകളൊന്നും വകയിരുത്താതെ തന്നെയാണ് ഈ നാടുകടത്തലും അതിർത്തി സുരക്ഷാ പദ്ധതിയും നടപ്പിലാക്കിയിരിക്കുന്നതെന്നാണ് ICE ഡയറക്ടർ പാട്രിക് ലെക്ലീറ്റ്നർ വ്യക്തമാക്കിയത്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ തടഞ്ഞുവയ്ക്കാനും നാടുകടത്താനുമുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ ട്രംപിന്റെ സംഘം പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ പ്രസിഡന്റ് ബൈഡനും അദ്ദേഹത്തിന് മുമ്പുള്ള മറ്റ് പ്രസിഡന്റുമാരും നേരിടുന്ന അതേ വെല്ലുവിളികൾ അവർ നേരിടേണ്ടി വരും. ആവശ്യത്തിന് പണവും ജീവനക്കാരും ഇല്ല എന്നതാണ് പ്രധാന പ്രശ്നം. അതിർത്തി രാജാവ് എന്ന നിലയിൽ ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ടോം ഹോമാൻ നിയുക്ത പ്രസിഡന്റിന്റെ നാടുകടത്തൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് കോൺഗ്രസ് കൂടുതൽ ഫണ്ട് അംഗീകരിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നിടത്ത് 40,000 കിടക്കകളാണുള്ളത്. എന്നാൽ 1,00,000 കിടക്കകൾ വരെ വേണ്ടിവരുമെന്നാണ് ടോം ഹോമാൻ പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ 6,000 ICE ഏജന്റുമാർ മാത്രമാണുള്ളത്. ഏജന്റുമാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്ത് നിയമവിരുദ്ധമായി കഴിയുന്ന അത്രത്തോളം ആളുകളെയും അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഹോമാൻ പറഞ്ഞു. ബൈഡന്റെ കീഴിൽ ദേശീയ സുരക്ഷ, അതിർത്തി സുരക്ഷ അല്ലെങ്കിൽ പൊതുസുരക്ഷ അപകടങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്ന കുടിയേറ്റക്കാരിൽ മാത്രമാണ് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളൂ എന്നും ഹോമാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2,71,484 പേരെയാണ് നാടുകടത്തിയത്. ഇതിൽ 32% പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് ICE റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ICEയുടെ എൻഫോഴ്സ്മെന്റ് ആൻഡ് റിമൂവൽ ബ്രാഞ്ചും 1,13,431 കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് മുൻവർഷങ്ങളെക്കാൾ കുറവാണ്. ഇവരിൽ 81,312 പേർ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളോ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ടവരോ ആയിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. US-ൽ 1.4 ദശലക്ഷം ആളുകൾ നാടുകടത്തൽ ലിസ്റ്റിലുണ്ടെന്നാണ് റിപ്പോർട്ടിൽ. എന്നാൽ ഇതിൽ പലരെയും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാൻ സാധിക്കില്ല. അതിന് കാരണം അവരുടെ രാജ്യങ്ങൾ അവരെ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അതായത് ICE തയ്യാറാക്കിയ നാടുകടത്തൽ പട്ടികയിൽ 17,940 ഇന്ത്യക്കാരുണ്ടെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ചൈന, റഷ്യ, ഇറാൻ തുടങ്ങി 208 രാജ്യങ്ങളിലെ 14,45,549 അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയാണ് ICE തയ്യാറാക്കിയത്. അമേരിക്കയിൽ 7.25 ലക്ഷം നിയമവിരുദ്ധ ഇന്ത്യൻ കുടിയേറ്റക്കാരുണ്ടെന്നാണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്ക്. നിയമാനുസൃത രേഖകളില്ലാതെ കഴിയുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് ഇപ്പോൾ രേഖകൾക്കായി ICEയുടെ ക്ലിയറൻസ് കാത്തിരിക്കുന്നത്. നാടുകടത്തുന്നവരെ സ്വീകരിക്കാനുള്ള ധാരണയിലേർപ്പെടാത്ത രാജ്യങ്ങളുമായുള്ള വ്യാപാരം നിർത്തിവെക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ട്രംപ് ഇലക്ഷൻ ക്യാമ്പയിൻ കാലത്ത് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആവശ്യമെങ്കിൽ നാടുകടത്തലിനെ സൈനിക ശക്തി ഉപയോഗിക്കാനുള്ള സാധ്യതയും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്.